അഹമ്മദാബാദ് വിമാന അപകടം അത് സംഭവിച്ചിട്ട് ഏതാണ്ട് ഒരു മാസത്തോളമായി. ഇതിനോടകം തന്നെ അന്തരീക്ഷത്തിൽ പ്രചരിച്ച വ്യാജ വാർത്തകൾക്ക് കയ്യും കണക്കുമില്ല. ഒരുപാട് ഊഹാപോഹങ്ങളും കിംവദന്തികളും എല്ലാം പ്രചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നിട്ട് പോലും ഈ വ്യാജ വാർത്തകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ സംഗതി. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം അന്വേഷണ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് എന്നുള്ള പ്രാഥമികമായ ധാരണ പോലും ഇല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ് ഇതെല്ലാം സംഭവിക്കാൻ കാരണം ഒരു വിമാന അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആധികാരികമായ വിവരം ലഭിക്കുക അതിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്ക് ശേഷമാണ്. പ്രധാനമായും അതിൻ്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും അത് ഡീകോഡ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ഒരു വിമാന അപകടത്തിൻ്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ചുള്ള കൃത്യമായ വസ്തുത നമുക്ക് മനസ്സിലാകുക. അത് പുറത്തു വന്നിട്ട് പോലും വ്യാജ വാർത്താ പ്രചാരകർ അടങ്ങി നിൽക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് പറഞ്ഞു വരുന്നത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്തെന്നാൽ ഈ വിമാന അപകടം പൈലറ്റുമാർ സ്വയം വരുത്തി വെച്ചതാണ്. അതിലേതോ ഒരു പൈലറ്റ് ആത്മഹത്യ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഏതാണ്ട് 240 പേരുടെ ജീവനും കൂടി എടുത്തു കളയാം എന്നുള്ള വലിയൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി എന്ന തരത്തിലുള്ള പ്രചരണമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ വസ്തുത ഇതല്ല. കാരണം ഒരു വിമാനം അത് പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. അതിൻ്റെ കോക്പിറ്റിൽ 2 പൈലറ്റുമാരും നേരത്തെ തന്നെ വിമാനം പുറപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ 2 പൈലറ്റുമാരും ആ കോക്പിറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ചിലർ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നത് ഇതിൻ്റെ ആ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് അത് റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക്, അതായത് അത് ഓഫ് ചെയ്തത് കോക്പിറ്റിൽ മറ്റാരോ, അതായത് പൈലറ്റുമാർ അല്ലാണ്ട് മൂന്നാമതൊരാൾ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന തരത്തിൽ പോലും പ്രചാരണങ്ങൾ വരുന്നു. പക്ഷെ വസ്തുത എന്തെന്നാൽ ഈ അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അവർ അന്താരാഷ്ട്ര ഏജൻസികളുമായി സഹകരിച്ചാണ് ഇത്തരത്തിലൊരു ബൃഹത്തായ അന്വേഷണം നടത്തുന്നത്. പ്രധാനമായും അമേരിക്കയുടെ നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ് ഇവരുമായി സഹകരിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന അന്വേഷണം പൂർത്തിയാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ തന്നെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും നടക്കുന്ന അന്വേഷണം ആയതുകൊണ്ട് തന്നെ ആ അന്വേഷണം കുറ്റമറ്റതായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇനി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 സുപ്രധാന സംഗതികളാണ് നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത്. അതായത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ എന്ന് പറഞ്ഞാൽ ആ വിമാനത്തെ സംബന്ധിച്ചുള്ള സകല വിവരങ്ങളും രേഖപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൻ്റെ ഏതാണ്ട് 49 മണിക്കൂറുള്ള വിശദമായ രേഖകളാണ് അന്വേഷണ സംഘം ശേഖരിച്ചത്. 6 ഫ്ലൈറ്റുകൾ, അതായത് 6 തവണ ഈ വിമാനം സഞ്ചരിച്ചത്, അതായത് ഈ അപകടം നടന്ന ആ ദിവസത്തേതടക്കം, അതായത് നമ്മൾ പരിശോധിക്കണമല്ലോ മുൻപ് ഏതെങ്കിലും ദിവസങ്ങളിൽ ഈ വിമാനത്തിന് ഏതെങ്കിലും സാങ്കേതിക തകരാറുണ്ടായിട്ടുണ്ടോ, അതിൻ്റെ അനന്തരഫലമായിട്ടാണോ ഈ അപകടം ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനു മുമ്പുള്ള 5 യാത്രകളടക്കം ഇതടക്കം മൊത്തം 6 യാത്രകളുടെ വിവരങ്ങൾ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ നിന്ന് ശേഖരിക്കുകയുണ്ടായി. അതേസമയം തന്നെ വോയിസ് റെക്കോർഡറിൽ നിന്ന് ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ട ശബ്ദ സംഭാഷണങ്ങൾ, അതായത് പ്രധാന പൈലറ്റും സഹ പൈലറ്റും നടത്തിയ ശബ്ദ സംഭാഷണങ്ങൾ 2 മണിക്കൂറോളം നീണ്ട ശബ്ദ സംഭാഷണങ്ങൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റെന്തെങ്കിലും അപാകതകൾ ഇതിനിടയിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ വിവരശേഖരണത്തിനിടയിൽ അത് കണ്ടെത്തുക നിസ്സാരമായ കാര്യമാണ്. കാരണം ഒരു കോക്പിറ്റിൽ ഒരു പൈലറ്റും സഹ പൈലറ്റും ഏതാണ്ട് 2 മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം മറ്റെന്തെങ്കിലും അട്ടിമറി സാധ്യതകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ സംഭാഷണത്തിനിടയിൽ വരേണ്ടതാണ്, അതിൻ്റെ ഒരു സൂചനയെങ്കിലും വരേണ്ടതാണ്. എന്നാൽ അത്തരത്തിൽ യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ബാഹ്യ ഇടപെടലുകളുടെ സാധ്യത അന്വേഷണ സംഘം പാടെ തള്ളിക്കളയുകയും ചെയ്യുന്നു. ഏതെങ്കിലും ഒരു അട്ടിമറി സാധ്യത തീരെയില്ല എന്നുള്ളതാണ്. മറ്റൊരു സംഗതി, ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും വോയിസ് റെക്കോർഡറും നമ്മൾ കഴിഞ്ഞ 24-ാം തീയതി എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഡൽഹി ലാബിലേക്ക് അയച്ചെങ്കിലും നമുക്ക് കൃത്യമായ വിവരങ്ങൾ ഇതുവരെ അതിൽ നിന്ന് ലഭിക്കാൻ സാധിച്ചില്ല. അതിന് കാരണം അതിലെ ഒരു മൊഡ്യൂള് അത് അല്പം തകരാറിലായ അവസ്ഥയിലാണ്. എനിക്ക് തോന്നുന്നു അത് വോയിസ് ഡാറ്റ റെക്കോർഡർ തന്നെ ആയിരിക്കണം. അത് തകരാറിലായ അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിലെ നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡിൻ്റെ സഹായത്തോടെ അവരുടെ ഒരു സാങ്കേതിക സംവിധാനമായ ഗോൾഡൻ ചേസിസ് എന്ന് പറയുന്ന സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന ബ്ലാക്ക് ബോക്സിൻ്റെ ഡാറ്റ ഡൗൺലോഡ് ചെയ്തത്. അതിൽ നിന്നാണ് നമ്മൾ ഇത്രയും വിപുലമായ വിവരങ്ങൾ ശേഖരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രാഥമികമായ ഒരു അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപ്പോൾ അതിൽ നിന്ന് ഒരു മുഖ്യ പൈലറ്റ് സഹ പൈലറ്റിനോട് നിങ്ങൾ എന്തുകൊണ്ട് ഈ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ അത്
റണ്ണിൽ നിന്ന് കട്ട് ഓഫ് ചെയ്തു, അതായത് അതിൻ്റെ ബന്ധം വിച്ഛേദിച്ചു എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. പക്ഷേ സഹ പൈലറ്റ് അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മറുപടിയും നൽകുന്നു. ഈ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന യഥാർത്ഥ കാരണം അതുതന്നെയാണ്. കാരണം ഇന്ധനത്തിൻ്റെ പ്രവാഹം നിലച്ചതോടുകൂടി 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനം നിലച്ചതാണ് ഈ വിമാനം അപകടം ഉണ്ടാകാൻ കാരണം. വിമാനം പറന്നുയരുന്നതിന് മുമ്പ് തന്നെ വിമാനം റൺവേയിൽ അതിൻ്റെ കൃത്യമായ വേഗത കൈവരിക്കണം, ടേക്ക് ഓഫ് ചെയ്യണം. ടേക്ക് ഓഫ് ചെയ്ത് 3-ാമത്തെ സെക്കൻഡിലാണ് മുഖ്യ പൈലറ്റ് ഇങ്ങനെ ഒരു സംഗതി കണ്ടെത്തുന്നത്. അപ്പോൾ അതുവരെ ഇത് യാതൊരു കുഴപ്പവുമില്ല. ഈ പറഞ്ഞ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ കട്ട് ഓഫ് ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ സംഗതികളൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ പറയുന്ന ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് കട്ട് ഓഫ് ആയത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഇതിനു മുമ്പ് അങ്ങനെ എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ അത് ആ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിലും വോയിസ് റെക്കോർഡറിലും ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ നേരത്തെ തന്നെ എയർ ഇന്ത്യക്ക് അടക്കമുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ആ മുന്നറിയിപ്പ് കൃത്യമായി അവഗണിച്ചതാണ് ഇത്തരത്തിലുള്ള അപകട കാരണം. അതായത് ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി 2018 തന്നെ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതായത് ഈ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് കാലപ്പഴക്കത്താൽ അതിനൊരു കേടുപാട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മനുഷ്യ നിയന്ത്രണം ഇല്ലാതെ തന്നെ അതിൻ്റെ സ്ഥിതി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. അത് ഒന്നുകിൽ വിമാനത്തിനുണ്ടാകുന്ന ഒരു കുലുക്കമോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ്റെ കൈ തന്നെ അബദ്ധത്തിൽ തട്ടിയാലോ അതിന് അങ്ങനെ ആ സ്വിച്ച് താനെ നേരത്തെ സെറ്റ് ചെയ്ത സ്ഥിതിയിൽ നിന്ന്, അതായത് ഇപ്പോൾ റണ്ണിൽ നിന്നാണെങ്കിൽ കട്ട് ഓഫിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് അവർ കൊടുത്തിരുന്നു. സാധാരണഗതിയിൽ ഈ സ്വിച്ചിന് ഒരു ലോക്കിംഗ് ഫെസിലിറ്റി ഉള്ളതാണ്. അതായത് റണ്ണിലേക്ക് വെച്ചാൽ റണ്ണിൽ തന്നെ അത് ലോക്ക് ചെയ്യപ്പെടും. പക്ഷേ ബോയിങ്ങിൻ്റെ ചില വിമാനങ്ങൾക്ക് അങ്ങനെ ലോക്കിംഗ് ഫെസിലിറ്റി ഇല്ല എന്നുള്ള കാരണത്താലാണ് ഇത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് വന്നത്. പക്ഷേ എയർ ഇന്ത്യ അധികൃതർ ആ മുന്നറിയിപ്പ് അവഗണിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഈ പൈലറ്റുമാരുടെ പിഴവല്ല, അവർ ബോധപൂർവമോ അല്ലെങ്കിൽ അശ്രദ്ധ മൂലമോ പറ്റിയ പിഴവ് എന്ന് നിരീക്ഷിച്ചാൽ തന്നെയോ, അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു സാധ്യത നമ്മുടെ മുമ്പിൽ വരികയാണ്. അതായത് ഈ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് കാലപ്പഴക്കത്താൽ അതിന് വന്ന കാലപ്പഴക്കത്താൽ ഉണ്ടായ കേടുപാടുകൾ കാരണം താനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിരിക്കണം എന്നുള്ള സാധ്യതയുണ്ട്. ഇനി പൈലറ്റുമാർ തന്നെ ബോധപൂർവം അല്ലെങ്കിൽ അവരുടെ കൈതട്ടി അങ്ങനെ വരാനുള്ള സാധ്യതയും കുറവാണ്. കാരണം വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ചിലേക്ക് ഒരു പൈലറ്റിന് ആയാസപ്പെട്ട് വേണം എത്തിപ്പിടിക്കാൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ അത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ ടേക്ക് ഓഫിൻ്റെ സമയത്ത് അബദ്ധവശാൽ അതങ്ങനെ ചെയ്തിട്ടുണ്ടാകില്ല എന്ന് തന്നെ വേണം കരുതാൻ. അപ്പോൾ സ്വാഭാവികമായി സംഭവിച്ച ഒരു ടെക്നിക്കൽ എറർ ആണ് ഇങ്ങനെ ഉണ്ടായത് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് നമുക്ക് ഒരുപക്ഷെ എത്തേണ്ടി വരും. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പൈലറ്റിന് പറ്റിയ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഒരു പിഴവ്, അതായത് അബദ്ധവശാൽ ഇത് റണ്ണിൽ നിന്നത് കട്ട് ഓഫിലേക്ക് മാറ്റി. അത് ഒരുപാട് പഴക്കം ചെല്ലുമ്പോൾ തഴക്കം വന്നവർക്ക് പോലും പിഴവുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അവരുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാകാം. അത്തരത്തിലൊരു ചെറിയൊരു അശ്രദ്ധ വന്നത് ഇത്ര വലിയ ഒരു ദുരന്തത്തിലേക്ക് വഴിമാറിയിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക ഇവിടെ ബലപ്പെടുകയാണ്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും വോയിസ് റെക്കോർഡറുമൊക്കെ ഏതാണ്ട് മണിക്കൂറുകൾ നീളുന്ന വിവരങ്ങളാണ്, തെളിവുകളാണ് നമ്മൾ ശേഖരിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രചരിക്കുന്ന കിംവദന്തി വാർത്തകൾക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ ഒരു വിപുലമായ വിവരശേഖരണം നടത്തിയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കിംവദന്തികൾ അല്ലെങ്കിൽ ഇപ്പോൾ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചനയുണ്ടെങ്കിൽ ആ വിവരശേഖരണത്തിൽ തന്നെ അത് ലഭിക്കേണ്ടതാണ്. എന്നാൽ അത്തരത്തിലൊരു സൂചന പോലും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കരുതേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ആ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ചിന് വന്ന കാലപ്പഴക്കത്താൽ വന്ന ഒരു കേടുപാടോ അല്ലെങ്കിൽ പൈലറ്റുമാർക്ക് അബദ്ധവശാൽ പറ്റിയൊരു പിഴവോ ആകാനാണ് സാധ്യത.